ജില്ലയിലെ മാതൃകാ കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഇപ്പോൾ സമൃദ്ധമായ വിളനിലം മാത്രമല്ല, ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. 90-ലധികം ഇനം പച്ചക്കറികളാണ് കഴിഞ്ഞ 44 വർഷക്കാലമായി രാജാക്കാട് സ്വദേശിയായ ഈ കർഷകൻ നട്ട് പരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണുവാനും പഠിക്കുവാനുമായി നിരവധി ആളുകളാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. 5 ഏക്കർ പാടത്തെ കൃഷികൾക്കൊപ്പം ജമന്തിപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതും ഏറെ ആകർഷിക്കുന്നു. തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ വ്യത്യസ്തമായ ഈ കൃഷിരീതി. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 56 ഇനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു. മുൻവർഷങ്ങളിൽ 96 ഇനം വരെ നട്ടുപരിപാലിച്ചിരുന്നു. കൃഷി പരിപാലനത്തിനും ചെലവിനുമുള്ള പണം ഇടവിളകളിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ വിലയിടിവ് നേരിടുന്ന സമയത്തും ഇദ്ദേഹത്തിന് കൃഷി ലാഭകരമാണെന്നാണ് പറയുന്നത്. 45 വർഷമായി കാർഷിക രംഗത്ത് ലാഭമില്ലാതെ ഒരു ജന്മം മൊത്തം കൂടുതലില്ല. 70 വയസ്സായി. BFCK വഴിയാണ് നമുക്ക് വിപണനം നടക്കുന്നത്. വിപണനത്തിൽ നമുക്ക് തടസ്സമില്ല. പിന്നെ പച്ചക്കറി എല്ലാ ഐറ്റങ്ങളും ലാഭകരമല്ല. നമുക്കിവിടെ അതിൻ്റെ സെയിൽ നടക്കാറില്ല. അങ്ങനെ വരുന്നിടത്ത് നഷ്ടമുണ്ട് എന്ന് വെച്ചാൽ നമ്മളത് ഉപേക്ഷിക്കുന്നില്ല. അതും ഇതോടൊപ്പം നമ്മൾ കൊണ്ടുപോകും. എല്ലാ കൃഷിയും നഷ്ടത്തിൽ വരികയല്ല. നമുക്ക് ചില ഐറ്റങ്ങളിൽ നഷ്ടം വരും. അത് നമ്മൾ ഇതിനോട് തുടർന്ന് നമ്മൾ കൊണ്ടുപോകും. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പു രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ കുറവാണ്. എന്നാൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇവിടെ ഒരു 6 ഏക്കറിൽ പച്ചക്കറി തന്നെ ചെയ്യുന്നത് ജൈവവളം മാത്രം. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇനി വരുന്ന തലമുറകൾക്ക് പകർന്നു നൽകാൻ ഒരു സന്ദേശം കൂടിയാണ്. നമുക്ക് ഉയർത്തി കാണിക്കുവാൻ, ഈ രാജാക്കാട് കൃഷിഭവൻ ഉയർത്തി കാണിക്കുന്ന ഒരു ജൈവ കർഷകൻ, അത് നമുക്ക് കൃഷ്ണചേട്ടനിലൂടെ സാധിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും. അതുകൊണ്ട് തന്നെ വിഷമുക്തമായ മികച്ച പച്ചക്കറികൾ വിപണിയിൽ എത്തിക്കാനും ഈ കർഷകന് കഴിയുന്നു. 1 ഹെക്ടർ പാവൽ ജൈവ കൃഷിയാണ്. 56 ഇനം ശീതകാല പച്ചക്കറികൾ ജൈവ രീതിയിലാണ് ബന്ദ് ചെയ്തിട്ടുണ്ട്. അത് കീടനിവാരണത്തിന്. പിന്നെ മല്ലി ചെയ്തിട്ടുണ്ട്. കീടനിവാരണത്തിന് ആവശ്യപ്പെട്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയതിന് ശേഷമാണ് ജൈവ കൃഷിയിലേക്ക് മാറുന്നത്. ജൈവ കൃഷി ലാഭകരമാണ്. അതിൽ ചൈനീസ് കാബേജ്, ലെറ്റൂസ്, വയലറ്റ് കാബേജ്, സാധാ കാബേജ്, കോളിഫ്ലവർ, ജലക്രോസ്, ചോളം, മെയ്സ്, ബീൻസ്, പയർ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും.